നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. നിലവിലെ സാഹചര്യം എന്തെന്ന് നോക്കാം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിംഗ്. രാവിലെ നട തുറന്ന് ആളുകൾ എത്തിത്തുടങ്ങുമ്പോൾ പ്രവീൺ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയധികം തിരക്കിലേക്ക്? നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും 18-ാം പടിയുടെ താഴെ അടക്കം നിയന്ത്രണാതീതമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടോ പ്രവീൺ? സുജയ, നാം സാധാരണയായി ശബരിമലയിലേക്ക് എത്തുമ്പോൾ ഈ വലിയ നടപ്പന്തലിൽ തിരക്ക് നാം കാണാറുണ്ട്. അത് ഇന്ന് രാവിലെയും വന്നപ്പോൾ ആ തിരക്ക് നാം സാധാരണ കാണുന്ന പോലെയുള്ളത് തന്നെയായിരുന്നു. നമ്മൾ ഭക്തരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 4-5 മണിക്കൂറൊക്കെ അവർ അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, 10,000-കണക്കിന് ഭക്തർ ഒരു ദിവസം എത്തുന്ന ഒരു ക്ഷേത്രമാണ്. സ്വാഭാവികമായും തിരക്ക് എന്നുള്ളത് ഉണ്ടാകും. അതിന് തക്ക തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും കാലാകാലങ്ങളായി പോലീസ് ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വലിയ നടപ്പന്തലിൽ രാവിലെ 10 മണിക്ക് ശേഷം നാം അവിടെ ചെന്നപ്പോഴൊക്കെ ചില പരാതികളൊക്കെ കേട്ടിരുന്നു. അതായത് അവർക്ക് കുടിവെള്ളം അവിടെ നടത്തുന്ന ആളുകളിലേക്കൊക്കെ എത്തണം. പ്രവീൺ, അവരിലേക്കൊന്ന് പോകണം. നമുക്കൊന്ന് എരുമേലിയിൽ വരെ പോയിട്ട് വരാം. കെ അഖിലുണ്ട്. കെ അഖിൽ, എരുമേലി വഴി എത്തുന്ന ഭക്തർക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങൾ എല്ലായിടങ്ങളിലും വന്നിട്ടുണ്ടോ? കാരണം സ്പോട്ട് ബുക്കിംഗ് അടക്കം പരിമിതപ്പെടുത്തുകയാണ്. സന്നിധാനത്ത് വലിയ തിരക്കായിരുന്നു. എരുമേലിയിലെ കാഴ്ചകൾ എങ്ങനെയാണ്? സുജയ, എരുമേലിയിൽ കാര്യമായ തിരക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്നലെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച വലിയ തിരക്ക്, ഗതാഗത ബ്ലോക്ക്, അതായത് ഗതാഗത നിയന്ത്രണങ്ങളടക്കം, അതായത് വലിയ ബ്ലോക്ക് അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വലിയ തിരക്ക് ഇവിടേക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ തിരക്ക് കുറഞ്ഞതിന്റെ ആ ഒരു പ്രതിഫലനം അതെന്തായാലും ശബരിമലയിലേക്ക് എത്തും. പക്ഷേ അതിന്റെ ഒരു കാലതാമസം ഉണ്ടാവും. പക്ഷേ എരുമേലിയിൽ നിന്നുള്ളത് ആശ്വാസകരമായ കാഴ്ചകളാണ് എന്നുള്ളതാണ്. കാരണം വലിയ തിരക്കില്ല. സാധാരണ രീതിയിൽ തന്നെ വാഹന ഗതാഗതം അടക്കം സാധാരണ രീതിയിൽ പോകുന്നു. ഇന്നലെ ഇവിടേക്ക് എത്തുമ്പോൾ വലിയ നീണ്ട നിര, വാഹനങ്ങളുടെ വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടേക്ക് എത്തുമ്പോൾ കുറവുണ്ട്. പക്ഷേ പമ്പയിലേക്ക് ഇനിയും തിരക്ക് കൂടുകയാണെങ്കിൽ, പമ്പയിലേക്ക് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ എരുമേലിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ സാഹചര്യത്തിൽ എരുമേലിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ വാഹനങ്ങൾ പമ്പയിലേക്കും മറ്റും കടത്തിവിടേണ്ടാതിരിക്കുക സാഹചര്യമോ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ സുഗമമായി തന്നെ പമ്പയിലേക്കും മറ്റും വാഹനങ്ങൾ ഇവിടുന്ന് വിടുന്നുണ്ട്. പക്ഷേ പമ്പയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതെന്തായാലും ഒരു ആശ്വാസകരമായ കാഴ്ച തന്നെയാണ്. കാരണം ഇത്ര വലിയ തിരക്ക് കുറഞ്ഞിരിക്കുന്നു, ഇവിടെ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. നമുക്കറിയാം ഇന്നലെ വലിയ തിരക്ക്, അതായത് 2 ഇരട്ടിയിലധികം ആളുകൾ സാധാരണഗതിയിൽ ആദ്യ ദിവസങ്ങളിൽ എരുമേലിയിലേക്ക് അല്ലെങ്കിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ 2 ഇരട്ടിയോളം. അതായത് നമുക്കിപ്പോൾ നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് പറയാം അല്ലേ അഖിൽ? തീർച്ചയായും ഇവിടുത്തെ എരുമേലിയിലെ സാഹചര്യം എന്ന് പറയുന്ന തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും വളരെ വലിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ 1500 വാഹനങ്ങൾ ആദ്യ ദിവസങ്ങളിൽ എത്തുമ്പോൾ ഇന്നലെ രാവിലെ വരെ മാത്രം 5000 വാഹനങ്ങൾ എരുമേലിയിലേക്ക് എത്തിയിരുന്നു. അത് തന്നെ എത്ര വലിയ വർധനവുണ്ടായിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ 1500 വാഹനം എത്തുമ്പോൾ ഇത്തവണ അത് 5000-ന് മുകളിലേക്ക് ഇത്തവണ എത്തിയിരുന്നു. അത്ര വലിയ വ്യത്യാസം ഇത്തവണ സംഭവിച്ചിരുന്നു. അതിന്റെ ഒരു തിരക്ക് സ്വാഭാവികമായും ശബരിമലയിലേക്കും ഉണ്ടായിരിക്കാം. എന്തായാലും ഇന്നൊക്കെ എത്തുമ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഇവിടെ സൗകര്യങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുമില്ല. അതായത് 1200-ലധികം വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളെയാണ് ഒരേ സമയം എരുമേലിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതിൽ കൂടുതലേക്ക് എത്തുകയാണെങ്കിൽ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരേ സമയം 1200 വാഹനങ്ങൾ എരുമേലിയിൽ പാർക്ക് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ അതായത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും NDRF സംഘം കൂടി നാളെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ NDRF കൂടി വരുന്നതോടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ സ്പോട്ട് ബുക്കിംഗിനായിട്ടുള്ള ക്രമീകരണങ്ങൾ തീർത്ഥാടകർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് പേര് ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സായ്കുമാർ, ഇന്നലെ വൈകുന്നേരം തിരക്ക് നിയന്ത്രിക്കുന്നതിലുണ്ടായ ഒരു അപാകത, അതാണ് ഇന്ന് ഉച്ചവരെ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമെന്നതല്ലേ ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുമ്പോൾ കൃത്യമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സാധാരണ സുഗമമായ എങ്ങനെയാണോ മണ്ഡലകാലം നമ്മൾ കാണുന്നത് അതേ രീതിയിലേക്ക് എത്തുകയല്ലേ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ? തീർച്ചയായും സുജയ, ആദ്യ മൊമെന്റ്, അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കാണിക്കാതിരുന്ന ഒരു ജാഗ്രതക്കുറവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ പമ്പയിൽ നിന്ന് ആളുകളെ ഒരു നിയന്ത്രണവുമില്ലാതെ കടത്തിവിട്ടത് തന്നെയാണ് ഇപ്പോൾ ഉള്ള പ്രതിസന്ധിക്ക് കാരണം. ശബരിമലയിൽ സന്നിധാനത്തിന് താങ്ങാവുന്നതിനും അപ്പുറം തീർത്ഥാടകർ ഒഴുകിയെത്തിയപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലാതെ പോയി. അത് തുടക്കഘട്ടത്തിൽ നിലയ്ക്കൽ മുതൽ തന്നെ പരമാവധി നിയന്ത്രിച്ച് തീർത്ഥാടകരെ കയറ്റിവിട്ടിരുന്നുവെങ്കിൽ ഇപ്പറയുന്ന പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. അതിന് പറ്റിയൊരു സുരക്ഷാ ചുമതലയുള്ള സേനകൾ, പോലീസായാലും കേന്ദ്രസേനയുടെ സാന്നിധ്യം പോലും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്ഥാടന കാലം ആരംഭിക്കുന്ന ആദ്യ ദിവസം, അതിന് തലേ ദിവസം തന്നെ കേന്ദ്രസേനയായാലും പോലീസായാലും അവിടുത്തെ സുരക്ഷാ ചുമതലകൾ പൂർണ്ണമായും ഏറ്റെടുക്കുകയും എത്ര ആളുകൾ
ആളുകൾ ഒഴുകിയെത്തിയാലും അവർക്ക് സുഖകരമായിട്ടുള്ള ദർശനം ഉറപ്പുവരുത്തേണ്ടതുമാണ്. ആ മതിയായ ഒരു സേന, അവരുടെ ഒരു അഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അതോടൊപ്പം ഈ എത്തുന്ന തീർത്ഥാടകരുടെ കുടിവെള്ളമായാലും ശൗചാലയമായാലും അവരുടെ ഭക്ഷണ സൗകര്യമായാലും വേണ്ട വിധത്തിൽ ഈ തുടക്കഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പാകപ്പിഴ തന്നെയാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സുഖകരമായിട്ടുള്ള ഒരു തീർത്ഥാടനം അവർക്ക് ഉറപ്പാക്കും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുജിയ, നിലവിൽ ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ഇപ്പോൾ കൃത്യമായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ സന്നിധാനത്തുള്ള തീർത്ഥാടകർ മല ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ടേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുകയുള്ളൂ. അപ്പോൾ ഒരു പ്രതിസന്ധി ഈ മറ്റിടങ്ങളിൽ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്ന, ബ്ലോക്ക് ചെയ്തിരിക്കുന്ന തീർത്ഥാടകർക്ക് സ്വാഭാവികമായി മണിക്കൂറുകൾ അവിടെ കഴിയേണ്ടി വരും. അവർക്ക് അവിടെ ഇപ്പോൾ ഇലവുങ്കലായാലും നിലയ്ക്കലായാലും എല്ലായിടത്തും ഇനിയിപ്പോൾ ഈ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതും പ്രധാനമാണ്. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽനാഥ്, ഇടത്താവളങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. കാരണം സ്പോട്ട് ബുക്കിംഗ് ഒക്കെ ഇന്നേ തന്നെ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം 20,000 ആക്കി പരിമിതപ്പെടുത്തുമ്പോൾ ഇന്ന് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഇന്ന് രാത്രിയിലെ താമസം അതെങ്ങനെയാണ് ഇപ്പോൾ ഏർപ്പാടാക്കുന്നത്? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? സുജയ, എവിടെയാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണം പാളിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഇവിടെ ഇലവുങ്കൽ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ഓഫീസാണ്. ഇവിടെ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഈ സേഫ് സോൺ പദ്ധതിയിലൂടെ ഉൾപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കേണ്ട തുകയുണ്ട്. അത് ഏകദേശം 1.4 കോടി രൂപയാണ്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ, മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറിയ പങ്ക് വാഹനങ്ങളും നിലവിൽ കട്ടപ്പുറത്താണെന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇലവുങ്കൽ പ്രദേശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ മാത്രമേ പലയിടങ്ങളിലും പോയി ഗതാഗതം നിയന്ത്രിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. 90ഓളം താൽക്കാലിക ജീവനക്കാരെയൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് ശബരിമലയിലെ ഈ ഗതാഗത നിയന്ത്രണങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പല കാലങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. രാവിലെ ഭക്ഷണം പോലും ഈ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർക്ക് കഴിക്കാനുള്ള ഫണ്ട് പോലും അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പലയിടങ്ങളിലും സുജയ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത്താവളങ്ങൾ പൂർണ്ണ തോതിൽ സജ്ജമായി പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മൈലപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇടത്താവളങ്ങളുണ്ട്. പക്ഷേ ഈ വനഭൂമിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇടത്താവളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിയുന്നു? അതിപ്പോൾ പോലീസിന്റെയോ അല്ലെങ്കിൽ MVയുടെയോ ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സേഫ് സോൺ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴായാലും NDRF സംഘം നാളെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയന്ത്രണം എങ്ങനെയാണ് അവിടെ നടപ്പാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ മാറുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ തേടുന്നു പ്രതിപക്ഷ പാർട്ടികൾ.